കൊന്നിച്ചുവ വതഷിന നവായവ അഞ്ചു ദേശ്. എൻ്റെ വീട് ഇരിഞ്ഞാലക്കുട തൃശ്ശൂരാണ്. ഞാൻ JLAയുടെ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളം ആവാറായിട്ടുണ്ട്. ജപ്പാനിലേക്ക് പോകാനുള്ള കാര്യം വെച്ചാൽ എനിക്ക് എൻ്റെ 9th സ്റ്റാൻഡേർഡ് വെച്ചാണ് ഞാൻ ഈ മാങ്ക എന്ന സംഭവം പരിചയപ്പെടുന്നത്. അതിന് മുമ്പ് എനിക്ക് ഞാൻ ഡ്രോയിങ്സ് കുറേ ചെയ്യാറുണ്ട്. പക്ഷേ എൻ്റെ ഡ്രോയിങ്സ് ഞാൻ ഒരുപാടൊന്നും വരയ്ക്കുക, അല്ലെങ്കിൽ ഞാൻ കാണുന്ന സിനിമകൾ എന്താ പറയുക റിപ്പീറ്റ് ചെയ്ത് കാണുക, വിഷ്വൽസ് ഓർമ്മ വരിക, ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന സംഭവം എനിക്ക് ആരുടെ അടുത്തും പറയാനും പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ മാങ്ക എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ വിഷ്വൽസ് പല ആംഗിളിൽ നിന്ന് പല ഷോട്ടിൽ നിന്ന് എടുത്തപ്പോൾ ഇതാണ് എനിക്ക് ചെയ്യേണ്ടത്, ഇതാണ് എൻ്റെ ശരിക്കും എനിക്ക് പറഞ്ഞാൽ മാങ്കയായിരിക്കും എനിക്ക് ചെയ്യേണ്ടത് എന്ന് തോന്നി. അപ്പോൾ അന്ന് മുതലാണെങ്കിൽ ജപ്പാൻ എന്ന സ്ഥലത്തേക്ക് പഠിക്കണം എന്ന് തോന്നിയത്. പിന്നെ ആ ഫീൽഡിലേക്ക് ആവാൻ വേണ്ടിയിട്ട് ഞാൻ സ്കൂൾ സമയത്ത് ആനിമേസ് കാണുക, ഭാഷ ചെറുതായി പഠിക്കാൻ നോക്കുക, പാട്ട് കേൾക്കുക, ഇങ്ങനെ സ്കൂൾ ടൈം. അത് കഴിഞ്ഞ് ഡിഗ്രി സമയത്ത് എനിക്ക് ആനിമേഷൻ ഡ്രോയിങ്സ് ഇതൊക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ BSc ആനിമേഷൻ എന്ന കോഴ്സ് എടുത്തു. ഞാൻ എന്നിട്ട് പഠിക്കുന്ന സമയത്തും അവർ ചോദിക്കുന്നുണ്ട് എന്താണ്. അപ്പോൾ എനിക്ക് മാങ്ക ചെയ്യണം അല്ലെങ്കിൽ ആനിമേയിൽ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ മിക്കവരും VFX ഒരു എഡിറ്ററാണ് ഇങ്ങനെ വേണം. പക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞു എനിക്ക് മാങ്ക ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതൊന്നും ഓക്കെ, നിങ്ങൾക്ക് അതിഷ്ടമാണ്, ആരും ഞങ്ങളുടെ ബാച്ചിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ അന്ന് മുതൽ ക്ലാസ്സിലൊക്കെ ഇരുന്ന് ഇങ്ങനെ വിഷ്വൽസും സ്കെച്ചസൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കോളേജിൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക ജോബിന് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ജോബിന് അപ്ലൈ ചെയ്തിട്ട് ഞാൻ ജോബ് കിട്ടി. പിന്നെ വർക്ക് ചെയ്യായിരുന്നു ഒരു 2.5 വർഷത്തോളം ഞാനിരുന്ന് വർക്ക് ചെയ്യായിരുന്നു. അതിനുശേഷം എനിക്ക് പോയി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഡിഗ്രി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് പഠിക്കണം എന്ന് ആഗ്രഹം വന്നു. അപ്പോഴാണ് ജപ്പാൻ ജാങ്കോ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ കിട്ടുന്നത്. അതുവഴി JLA കോണ്ടാക്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ ജൂൺ മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴും N5ൻ്റെ ക്ലാസ് കഴിഞ്ഞു, എക്സാം എഴുതി പാസ്സായി. ഇപ്പോൾ N4ൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഇങ്ങനെ പോകുന്നു. ഇനി അടുത്ത മന്ത് ആകുമ്പോൾ എനിക്ക് ജപ്പാനിലേക്ക് പോകണം.